നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അണിചേരുന്ന അമർഷം. നോട്ട് നിരോധനത്തിനെതിരെ LDF തീർത്ത മനുഷ്യച്ചങ്ങലയിൽ മോദിക്കെതിരെ മൂർച്ചയുള്ള പരിഹാസവുമായി VS. മോദി കല്യാണം കഴിക്കാതിരുന്നതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടെന്നും മോദി കാരണം കഷ്ടത്തിലായത് രാജ്യമെന്നും അച്യുതാനന്ദൻ. കറൻസി നിരോധനം വരുത്തിവെച്ചത് തൊഴിൽ ചെയ്തിട്ടും കൂലി കിട്ടാത്ത അവസ്ഥയെന്ന് പിണറായിയും പ്രതിസന്ധി നാൾക്കുനാൾ വഷളാവുകയാണെന്ന് കോടിയേരിയും. നോട്ട് നിരോധിച്ചത് കോർപ്പറേറ്റ് അജണ്ട നടപ്പാക്കാനെന്ന് കാനം രാജേന്ദ്രൻ. രാജ്ഭവൻ മുതൽ കാസർഗോഡ് വരെ ലക്ഷങ്ങൾ അണിചേർന്ന മനുഷ്യച്ചങ്ങല ദീർഘിച്ചത് 700 കിലോമീറ്റർ അധികം. നോട്ട് നിരോധനം വരുത്തിവെച്ച സഹകരണ പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചുകൂടെയായിരുന്നു ഇടതുമുന്നണി നേതൃത്വം നൽകിയ ബഹുജന സമരം. തടവില്ല, പിഴ മാത്രം. കറൻസി നിരോധനം 50-ാം നാളിലേക്ക് കടക്കുമ്പോൾ പഴയ നോട്ടുകൾ കൈവശം സൂക്ഷിക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾ വ്യക്തമാക്കി ധനമന്ത്രാലയം. മാർച്ച് 31-ന് ശേഷം അസാധു നോട്ടുകൾ കൈവശം വയ്ക്കുന്നതിന് പിഴ ശിക്ഷ മാത്രമെന്ന് വിശദീകരണം. കരടിൽ നിർദ്ദേശിച്ചിരുന്ന ജയിൽ ശിക്ഷ ഓർഡിനൻസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രതിസന്ധി പരിഹാരത്തിനായി പറഞ്ഞിരുന്ന 50 ദിവസം നാളെ പിന്നിടുന്ന സാഹചര്യത്തിൽ രാഷ്ട്രത്തോടായി പ്രധാനമന്ത്രി പ്രക്ഷേപണം നടത്തുമെന്ന് സൂചന. അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാനാവുമോ എന്ന് പരിശോധന. അതിനിടെ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകരുതെന്ന ആവശ്യവുമായി ബാങ്കുകൾ. പണം പിൻവലിക്കൽ പരിധി വർദ്ധിപ്പിച്ചാൽ ബാങ്കുകൾ പ്രതിസന്ധിയിലാകും. അതേസമയം ഡിജിറ്റൽ പണമിടപാടുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സേവന നികുതി ഇളവ് മാർച്ച് 31 വരെയെങ്കിലും തുടരണമെന്ന ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിമാരുടെ സമിതി. തോഴി തന്നെ തലൈവി. തോഴി പദത്തിൽ നിന്നും തലൈവിയായി ശശികലയ്ക്ക് പട്ടാഭിഷേകം. ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത് AIADMK ജനറൽ കൗൺസിൽ യോഗം. അഭ്യൂഹങ്ങൾക്കൊടുവിൽ ജയലളിതയുടെ പിൻഗാമിയായി ശശികല തിങ്കളാഴ്ച സ്ഥാനമേൽക്കും. തമിഴകം കാതോർത്തിരുന്ന രാഷ്ട്രീയ തീരുമാനം ഏകകണ്ഠമായെന്ന് പാർട്ടി വക്താക്കൾ. 32 വർഷം ജയലളിതയുടെ തോഴി എന്ന നിലയിലെ സ്ഥാനം അംഗീകരിക്കുന്നതായി നിർണായക യോഗത്തിൽ നേതാക്കൾ. ജയലളിതയുടെ ആത്മാവ് ശശികലയിലൂടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്നും പ്രമേയം. തിളച്ചുമറിഞ്ഞ് അരിവില. ആന്ധ്രയിൽ നിന്നുള്ള അരിവരവ് നിലച്ചത് മുതലെടുത്ത് സംസ്ഥാനത്ത് വൻ കരിഞ്ചന്ത. അരിവിപണിയിൽ വിവിധ ഇനങ്ങളുടെ വിലയിൽ കിലോയ്ക്ക് 10 രൂപ വരെ വർധന. പൂഴ്ത്തിവയ്പ്പുകാർ സൃഷ്ടിക്കുന്ന അരിക്ഷാമവും വിലക്കയറ്റവും തടയാൻ സപ്ലൈകോ ഇടപെടൽ ശക്തമാക്കുമെന്ന് മന്ത്രി P. തിലോത്തമൻ. കേരളത്തിന് കെണിയായത് കടുത്ത വരൾച്ച കാരണം ആന്ധ്രയിൽ അരി ഉൽപാദനത്തിൽ സംഭവിച്ച കുറവ്. കയറ്റുമതി നിരോധിച്ചും ആവശ്യത്തിലേറെ അരി സംഭരിച്ചും സാഹചര്യം നേരിടാൻ ആന്ധ്ര സർക്കാർ തീരുമാനം. കേരളം പ്രതിമാസം ഉപയോഗിച്ചിരുന്നത് ആന്ധ്രയിൽ നിന്ന് മാത്രം 75,000 ടൺ അരി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2630 രൂപ, പവൻ 21,040 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.